ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് കണ്ടിന്യൂ ചെയ്താലോ. ഞങ്ങളിവിടെ നിന്ന് കുറച്ച് പേരുണ്ടായിരുന്നു, ഒരു 8-9 പേരോളം ഒരുമിച്ചാണ് ഞങ്ങൾ ബോംബെയിലേക്ക് പോയത്. അപ്പോൾ ഞങ്ങൾ ക്ലാസ്സിനായിട്ട് ചെന്നത്. അവിടെ ചെന്നപ്പോഴാണ് ഞാൻ ഏറ്റവും വലിയ എന്താ പറയുക, ഞാൻ എടുത്ത് ചാടിയല്ലോ ഇതിലേക്ക് എന്നുള്ളൊരു ചിന്തയിലേക്ക് എൻ്റെ മനസ്സ് പോയത്. അവിടെ ഭയങ്കര ക്ലാസ്സിന് ചെന്നത് ഇംഗ്ലീഷ് നമുക്ക് വളരെ വലിയൊരു വെല്ലുവിളി തന്നെയായിരുന്നു. സ്പീക്കിങ് നമുക്ക് റൈറ്റിങ്ങും റീഡിങ്ങും എല്ലാം ഓക്കെ ആയിരുന്നു, പക്ഷേ സ്പീക്കിങ് ഞാൻ ഭയങ്കര വീക്കായിരുന്നു. അവിടെ ചെന്നപ്പോൾ അതെനിക്ക് അവിടെ ഒത്തിരി മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കി എനിക്ക് ആ 1 മാസത്തെ ക്ലാസ്സിന്. കാരണം ഇംഗ്ലീഷ് അറിയില്ല എന്നുള്ള രീതിയിൽ ഞങ്ങളെ കുറച്ച് പേരെ വേറെ ഉച്ചതിരിഞ്ഞിട്ടുള്ള ക്ലാസ്സിലേക്ക് ചേഞ്ച് ചെയ്ത്, അതുപോലെ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് ആ 1 മാസത്തെ ക്ലാസ്. ഞാൻ അങ്ങനെ ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്തു. എങ്ങനെയൊക്കെയോ ക്ലാസ് കഴിഞ്ഞ് ഞങ്ങൾ 29-ാം തീയതി ഞാൻ തിരിച്ചു വന്നു. ഞങ്ങൾക്ക് പഠിക്കാനായിട്ട് ഒരു 3 പുസ്തകമൊക്കെ തന്നു വിട്ടു. ഞാനത് ഇവിടെ വന്നു. നമ്മൾ ഇവിടെ ചെറിയൊരു ജോലിക്ക് പോകുന്നുണ്ട്, അതിൻ്റെ ഇടയിൽ ഇത് പഠിക്കൽ. പിന്നെ അവർ ക്ലാസ്സിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് 1 മാസം കഴിയാറായപ്പോഴേക്കും, ക്ലാസ് കഴിഞ്ഞ് വന്ന് 1 മാസമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഇടയ്ക്കിടയ്ക്ക് അവിടെ നിന്ന് ടീച്ചർ വിളിക്കാൻ തുടങ്ങി. പഠിച്ച് ആൻസർ പറയാൻ പറ്റാറില്ല. അങ്ങനെ എങ്ങനെയൊക്കെയോ ഞാൻ കുറേയൊക്കെ വായിച്ചൊക്കെ പഠിച്ചും ഇതൊക്കെ ആയിട്ട് ഒരു വർഷത്തോളം, അതായത് ശരിക്കും പറഞ്ഞാൽ കൊറോണയുടെ ഒരു ടൈമും കൂടി ആയിരുന്നു ആ സമയത്ത്. അത് കഴിഞ്ഞ് എനിക്ക് ബോംബെയിൽ നിന്ന് ഈ ക്വസ്റ്റ്യൻ ചോദിക്കൽ ഇടയ്ക്കിടയ്ക്ക് നടക്കുന്നുണ്ടെങ്കിൽ പോലും വിസയുടെ കാര്യങ്ങളൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല. അവർ കുറച്ച് വലിയൊരു ഹ്യൂജ് എമൗണ്ട് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് റെഡിയാക്കാനുള്ള ഓട്ടത്തിൽ. അങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടിലൂടെ ആ സമയങ്ങളിലൊക്കെ കടന്നു പോയത്. അങ്ങനെ എനിക്ക് ഒരു ഓഗസ്റ്റ് ലാസ്റ്റ് വീക്കിൽ എനിക്കൊരു കോള് വരാണ്, എനിക്ക് വിസ റെഡി ആയിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾ നന്നായിട്ട് പഠിക്കണം, ഫാമിലി എന്നെ ഇവിടെ നിന്ന് കോണ്ടാക്റ്റ് ചെയ്യും, അപ്പോൾ ഇന്ന പ്രോബ്ലംസൊക്കെ ഉള്ള ഒരു പേഷ്യൻ്റാണ്, അത് ഓക്കെ അല്ലേ എന്നൊക്കെ ചോദിച്ച്. അങ്ങനെ ഞാൻ സെപ്റ്റംബർ ആദ്യത്തെ ഒരു വീക്കിലായപ്പോഴേക്കും എനിക്ക് ഇവിടെ നിന്ന് ഫാമിലിയുടെ കോള് വന്നു. ഞാൻ നല്ല രീതിയിൽ തന്നെ ഒരു 2-3 പ്രാവശ്യം അവരെന്നെ വിളിച്ചിരുന്നു. അവരായിട്ട് ഞാൻ കോണ്ടാക്റ്റ് ചെയ്ത് സംസാരിച്ച് അങ്ങനെ ഞാൻ പോരാനുള്ള ഒരുവിധം കാര്യങ്ങളൊക്കെ എനിക്ക് റെഡിയായി വന്നു. അങ്ങനെ ഞാൻ പൈസ കുറച്ച് ഞാൻ അവർക്ക് ഏജൻസിക്ക് അയച്ചു കൊടുത്തു. പിന്നെ കുറച്ച് ഡോളർ ആക്കണമായിരുന്നു. അപ്പോൾ അതുമെല്ലാം റെഡിയാക്കി ഞാൻ ഓക്കെ ആക്കി വച്ചു. അടുത്ത